വിശുദ്ധ പകലിലും നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഒരുമിച്ച് കൂടുവാൻ പിതാവായ ദൈവം കൃപ ചെയ്തല്ലോ. It is a great blessing to be a part of this holy day in the presence of our Lord Jesus Christ. കരമുയർത്തി ശബ്ദമുയർത്തി വിളിച്ചു പറ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Let us all raise up our hands and say, let the name of Lord Jesus be glorified. ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം ദിനവും വിശുദ്ധ സഭായോഗവുമായി നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയതിനായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. We have come to the third day of fasting along with the day of worship. Thanks. We need to give thanks to the Lord for bringing us all together this day. ദൈവത്തിന്റെ പദ്ധതിയാൽ, ദൈവത്തിന്റെ കൃപയാൽ യേശുവിനെ ആരാധിപ്പാൻ ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട മക്കൾക്കായും ഞാൻ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്നു. I thank everybody who has joined the Zoom meeting. I believe that it is the will and the purpose of God that God has brought all together. യേശുവിൻ നാമത്തിലുള്ള ഞങ്ങളെ കുടുംബമായുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബമായി നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. We as a family greet everybody in the name of our Lord Jesus Christ. ഹെവി പ്രസൻസ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. We are feeling the heavy presence of Lord in our midst this morning. ഹല്ലേലൂയ. അത് മൺകൂടാരങ്ങൾക്ക് ഒതുക്കാൻ കഴിയുന്നതല്ല, അത് മൺകൂടാരത്തിന് പിടിച്ചു വെക്കാൻ കഴിയുന്നതല്ല. അത് അത്യന്ത ശക്തിയാണ്, അത് ഉയരത്തിന്റെ ശക്തിയാണ്. അത് കല്ലറ ഒതുക്കാൻ കഴിയുന്നതല്ല, ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒതുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അതിനെയെല്ലാം നാഴികയിൽ പൊടിച്ചു കളഞ്ഞ് എഴുന്നേൽക്കുന്ന ഉയർപ്പിന്റെ ജീവൻ, ഉയർപ്പിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നു. അതനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു. Amen. Like, oh God, let all this earthly belief or the earthly pot cannot withstand the power of Holy Spirit. The earthly cave cannot withstand the power of Holy Spirit. We can feel the mighty presence of God tonight, and that is going to glorify and manifest today in this meeting. We thank you, Lord. Thank you, Jesus. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ക്രൂശിലെ ജയം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. If there is somebody close by you, or if you're alone, say to yourself, we are in the victory of the cross. ഈ ഉപവാസ പ്രാർത്ഥന കരച്ചിലല്ല, നിലവിളിയല്ല, ഇത് രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്നതല്ല, ഇത് ആഘോഷമാണ്. ഇത് ക്രൂശിലെ ജയത്തെ ആഘോഷിക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. It is not crying or weeping. This is the fasting prayer of victory in the cross to all of us. കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Let us all give glory to God. Let us all thank God for this wonderful presence. ഞാനിങ്ങനെ ഇറക്കുന്ന സ്ക്രീൻ മാറ്റി നോക്കുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് നല്ല ചിരിയുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും ഭാരം വെച്ചിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത് പോലെ, ഒത്തിരി ഭാരമായി വന്നവര്, ഒത്തിരി ഹൃദയം തകർന്നിരിക്കുന്നവര്, ഇന്ന് പകൽ നമുക്കൊരു സങ്കേതമുണ്ട്, നമുക്ക് നോക്കാൻ ഒരു സെന്റർ ഉണ്ട്. അത് ക്രൂശിലെ ജയമാണ്, അത് ക്രൂശിലെ വിടുതലാണ്. ഹല്ലേലൂയ. Amen, Jesus. When I slightly scroll the screen to the other side, I see many people with a smiling faces, but I also get to see many people with a sad and a feeling heart. But then I say, today is the day of deliverance. God, Jesus Christ has died for us in the cross, and there is victory over us, and He has given us the victory. So let us all glorify the name of God today morning. Amen. സങ്കടം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, രോഗം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ നോക്കുക ക്രൂശിലെ ജയത്തെ, നോക്കുക ക്രൂശിലെ ആഘോഷത്തെ. വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവയുടെ മേൽ അവയെ പരസ്യക്കോലമാക്കിയിട്ട് ക്രൂശിൽ അവയുടെ മേൽ യേശു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുകയാണ്. ഹല്ലേലൂയ.
When you have burdens in your heart, when you have problems in your mind, when you're going through the difficult times in your life, look unto the cross. Jesus Christ has died for our sins. He has taken the burdens over the cross. He's taken our shame. He is the God who has given us a salvation. So let us look into the cross and have that victory in our life. ചേർന്ന് പറ, സങ്കടം വരുമ്പോൾ എനിക്ക് നോക്കാനൊരു സ്ഥലമുണ്ട്, ഭാരം വരുമ്പോൾ എനിക്ക് നോക്കാനൊരു സ്ഥലമുണ്ട്, നിന്ദ വരുമ്പോൾ എനിക്ക് നോക്കാനൊരു സ്ഥലമുണ്ട്. അത് ക്രൂശിലെ പരാജയമല്ല, അത് ക്രൂശിലെ ജയമാണ്, അത് ക്രൂശിലെ ആഘോഷമാണ്, അത് ക്രൂശിലെ നൃത്തമാണ്. ഇതാ യേശു എനിക്ക് വേണ്ടി ജയിക്കുന്നു, യേശു എനിക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ കരയുകയല്ല, ഇന്ന് പകൽ ഞാൻ നൃത്തം ചെയ്യാൻ പോകുകയാണ്. Amen. Jesus, let us all lift up our voice and say, when the defeats come, when problems comes, when we have many temptations in our life, let us look into the cross and see the heavenly cross which is defeated. Which is not the defeated cross, but is the cross with which is won the victory for all our sins, which is victory for all our problems in our life. So let us all lift up our voice and say, thank you, Jesus. എല്ലാവരും ആ ചിരിച്ചോണ്ട് കരമൊന്ന് അടിച്ച് ആ വിക്ടറി ഒന്ന് ആഘോഷിച്ചാട്ട്, ആ ക്രൂശിലെ ജയമൊന്ന് ആഘോഷിച്ചാട്ട്, ആ നന്നായിട്ട് ചിരിച്ചോണ്ട് പല്ലൊക്കെ വെളിയിൽ കാണിച്ച് ചിരിച്ചോണ്ട് കരമടിച്ച്. Let us all give thanks to the Lord. Let us all have a smiling face within ourselves. Thank you, Father. Hallelujah. ചിരിച്ചോണ്ട് കരമടിച്ച്. Hallelujah. 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 Amen. Hallelujah. Jesus. Celebrate, celebrate, celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. Here we go. Celebrate. Come on. Celebrate. Celebrate the victory of the Lord. Celebrate. Celebrate. Celebrate the victory of the Lord. Celebrate. Celebrate. Celebrate the victory of the Lord. Celebrate. Celebrate. Celebrate the victory of the Lord. Yeah, He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. So celebrate the victory of the Lord. Celebrate എന്ന് പറയുമ്പോൾ ആ കൈയൊക്കെ ഉയർത്തി പറയണം. സീജിത് പാസ്റ്റർ മാത്രമാണ് ആഘോഷിക്കുന്നത്, ഒത്തിരി ആൾക്കാർ ആഘോഷിക്കുന്നതില്ല. കൈയൊക്കെ ഉയർത്തി ഒന്ന് വീശി, ഒന്ന് നന്നായിട്ട് വീശിയൊക്കെ. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. Once again, celebrate. 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 Celebrate the victory of the Lord. Celebrate. Celebrate. Celebrate the victory of the Lord. Hallelujah. Let us all lift up our voice and say hallelujah. 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 ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുന്നു, നിങ്ങൾ കാഴ്ചക്കാരായി കേൾവിക്കാരായിരിക്കുന്നു. നോ അങ്ങനെയല്ല. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുകയാ, ഒരുമിച്ച് ആഘോഷിക്കുകയാ. ക്രൂശിലെ വിടുതൽ, ക്രൂശിലെ ജയം ആഘോഷിക്കുകയാ. സകല കുടുംബങ്ങൾക്കകത്തും, സകല ദേശങ്ങളിലും, സകല പട്ടണങ്ങളിലും ഇന്ന് പകൽ വിലാപമല്ല, കരച്ചിലല്ല, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയൊരു നൃത്തം ഉയരട്ടെ. Amen. As Pastor said, we are not here to just be watchers over this meeting, but to have that feeling over us, get the Spirit filled within us and look into the cross and say, we are here not for our defeat, but we are here for our victory. Let the cities, let the towns, let the people around you be a victorious people in the name of Jesus. രണ്ട് കരങ്ങളും വീണ്ടും ചിരിച്ചോണ്ട് ചേർത്തടിച്ച് ചിരിച്ചോണ്ട് കരമടിച്ച്.
Let us all have a smile of our face. Amen. Hallelujah. 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 ഓ എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Let the name of God be glorified this morning. നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് പറ, എനിക്ക് ചുറ്റും ഒരു മതിലുണ്ട്. Amen. Let us all rotate our hands together around us and say there is a great wall within us. ബാധ എവിടാ? ബാധയുണ്ട്. ബാധ എവിടാ? ബാധ പുറത്താ. ആഭിചാരമുണ്ട്, അത് പുറത്താ. മന്ത്രവാദമുണ്ട്, അത് പുറത്താ. പ്രശ്നങ്ങളുണ്ട്, അത് പുറത്താ. അതിനൊന്നും ടച്ച് ചെയ്യാൻ പറ്റാത്ത, അതിനൊന്നും നോക്കാൻ പറ്റാത്ത ഒരു മതിൽ ഇന്ന് പകൽ എന്റെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. Yes, there is problems, there is defeat within us, there is many satanic bondages that is around us, but we are surrounded with the wall of God and nothing shall touch us in the name of Jesus. Amen. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് പറയണേ, നിങ്ങളോട് തന്നെ പറയണേ, ഈ മതിലിനകത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആരുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനല്ല, കരയാനല്ല. ഈ മതിലിനകത്ത് ജയത്തിന്റെ ആഘോഷം 24 മണിക്കൂറും ഉയരണം. ഈ മതിലിനകത്ത് ക്രൂശിലെ ജയത്തിന്റെ ആഘോഷം 365 ദിവസവും ഉയരണം. ഞാൻ പ്രാരംഭത്തിൽ തന്നെ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ വീട്ടിനകത്ത് 24 മണിക്കൂറും 365 ദിവസവും നൃത്തം മാത്രം ഉയരാൻ പോകുകയാ, ജയം മാത്രം കേൾക്കാൻ പോകുകയാ. അവിടെ തകർച്ച ഉണ്ടാകത്തില്ല, അവിടെ കരച്ച ഉയരത്തില്ല, ഇവിടെ പരാജയത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. മുഴുവൻ നൃത്തം, മുഴുവൻ ജയം 24 hours ആഘോഷം നടത്തുന്ന വീടുകളായി നിന്റെ വീട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. Amen. Jesus, we should not think who is within ourselves in this around this wall, but Jesus is there. He has given us the victory. There is going to be singing and joy in the presence of God. We need to sit and fast and pray in the presence of God. And I speak to sister, God is going to bring joy and healing and dancing in your house. Let all the things that is burdening you be a change in today's meeting, and there is going to be dancing and joy in the presence of God in your house. ചേർന്ന് കരമുയർത്തി വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. Let us all lift up our hands and say, we are the temple of God. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. We are the temple of God. എല്ലാ പ്രശ്നങ്ങളും ഇതിന് പുറത്താണ്. All the problems, all the trials are outside this. അതൊന്നും ഇതിനകത്തോട്ട് നോ പെർമിഷൻ, അതൊന്നും ഇതിനകത്തോട്ട് കേറാൻ പറ്റത്തില്ല. God has not given the permission for all the problems to enter this, and that will never enter the temple of God. എന്നാൽ ഇതിനകത്ത് എപ്പോഴും നൃത്തവും ആഘോഷവും ചിരിയും സമാധാനവും ജയവും മാത്രമായിരിക്കും. But inside the temple of God, always there is joy, peace, and happiness, always and always. ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ചു പറ, ഞാൻ ജയിച്ചവനാക്കിയ എന്റെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. Let's all lift up our hands and say, we are winners, and God has kept us as a winner in this land. കരമുയർത്തി വിളിച്ചു പറ, ക്രൂശിലെ ജയം, ക്രൂശിലെ ഡാൻസ്, അത് ക്രൂശിൽ ഒതുങ്ങുന്നില്ല, അത് എന്റെ ജയമാ, അത് എന്റെ വീട്ടിലെ ഡാൻസ് ആണെന്ന് പറ. Let us all lift up our hands and say, the victory on the cross is not over at the cross. It is a victory in our life. Let is a victory in our life, and that is a joy and peace in our lives to all of us. ആ ചിരിച്ചോണ്ട കരമടിച്ച് നിന്റെ വീടിനകത്തുനിന്ന് ആഘോഷമാക്കിയാട്ട് എഴുന്നേറ്റ് Let us all clap our hands. Amen. നൃത്തം ചെയ്തെന്ന ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. Let us all dance and rejoice in the presence of God as the victory is ours. ഹല്ലേലൂയ. കരമടിച്ച്. Amen. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Master. Celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet
Lord. Celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Celebrate. ആ കൈയൊക്കെ ചേർത്ത് തട്ടി. Celebrate the victory of the Lord. Time to be happy is now, hallelujah. Place to be happy is here. And the way to be happy is to make someone happy. Have a little heaven down here. Hey, celebrate. ഒന്ന് അണങ്ങിയൊക്കെ കുറച്ച് അണക്കമൊക്കെ വേണ്ടിയതാണ്. Hey, time to be happy is now, hallelujah. Place to be happy is here. And the way to be happy is to make someone happy. Little heaven down here. ഒന്ന് കൂടി. I am happy today. I am happy today. In Jesus Christ I am happy today. He has taken all my sins away. And that's why I'm happy today. I'm happy. Hallelujah. Hallelujah. ചേർന്ന് പറ ഒരു മതിലുണ്ട്, ഒരു മതിലുണ്ട്. Let us all together say there is a wall around us. There is a wall. Amen. പുറത്ത് കൊറോണയാ, പുറത്ത് പ്രശ്നമാ, പുറത്ത് വിഷയങ്ങളാ. പക്ഷെ ഇന്ന് പകൽ അകത്തൊരു നൃത്തമാ, അകത്തൊരു ജയത്തിന്റെ ആഘോഷമാ. Yes, there are problems around. There is corona outside. There is other things that is troubling you outside. But inside we are covered. And there is joy and happiness in the presence of Lord. ഒത്തിരി ആൾക്കാര് വീഡിയോ ഇനിയും ഓൺ ചെയ്യാനുണ്ട്. പറ്റുന്നവരെല്ലാം വീഡിയോ ഓൺ ചെയ്ത് നൃത്തം ചെയ്യണം. ഹല്ലേലൂയ. There are still so many people who have not turned on the videos. But if you could turn on the videos, let us all experience the power of God tonight. നിങ്ങൾക്ക് സാഹചര്യം ഇല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യേണ്ട, ഒരു കുഴപ്പമില്ല. വീഡിയോ ഓൺ ചെയ്തില്ലെന്ന് വിചാരിച്ചൊന്നും പുറത്താക്കാനും പോകുന്നില്ല. It is okay if your situation does not allow you to turn on video. Because of it, we are not going to let you out of the meeting. ഹല്ലേലൂയ. ചേർന്ന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all say hallelujah to the Lord. Amen. ആമേൻ. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, സഭായോഗം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുമ്പോ മൊബൈലിന്റെ മുമ്പിലാ, ലാപ്ടോപ്പിന്റെ മുമ്പിലാ ഇരുന്നതെന്ന് തോന്നത്തില്ല. സഭാഹോളിനകത്ത് ഒരുമിച്ച് കൂടി ആരാധിച്ചിട്ട് പിരിയുന്നത് പോലത്തെ ഒരു അനുഭവമാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. I've heard many people say after the prayer is over or after the service is over, I've heard many people say that it didn't feel like that I just came out of the Zoom meeting on the phone, but I just felt the presence of God, like sitting inside the church hall and worshiping the living God together. Amen. നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്ന ചിരി, അത് പ്രത്യാശയുടെ ചിരിയാ, അത് ജയത്തിന്റെ ചിരിയാ, അത് അധികാരം അനുഭവിക്കുന്നതിന്റെ ചിരിയാ, അത് വിടുതലിന്റെ ചിരിയാ. ഹല്ലേലൂയ. The smile that I see on your face today is the power, the sign of victory, the sign of deliverance, the sign that God has brought victory over all of you. Amen. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയുടെ മുമ്പിൽ എടുക്കുന്ന ഒരു ദൂത്, ഘനമുള്ള ദൂത്. ദൈവഹൃദയത്തിന്റെ ആലോചന ഇതാണ്: മതിൽ, മതിൽ, വാൾ, വാൾ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, മതിൽ. ഹല്ലേലൂയ. Yes, today the God is going to talk to you from the word of God, and the topic with regards to that is the wall. ഇവിടെ രണ്ട് മതില് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ എടുക്കാൻ പോകുക. രണ്ട് മതിലിനെ കുറിച്ച് ആത്മാവ് പ്രസംഗിക്കാൻ പോകുക. The Holy Spirit is going to talk to you about two walls. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all lift up our voice and say hallelujah. ബൈബിൾ ഉള്ളവരെല്ലാം തുറക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. Let us all turn our book of Bible to Nehemiah chapter 2 verse 17. ഹല്ലേലൂയ. ഞാനത് വായിക്കുന്നു, എന്റെ കൂടെ നിങ്ങളും അത് ശബ്ദമുയർത്തി വായിക്കണം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം
യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. Hallelujah. Amen. Hallelujah. The word of God, it says, then I said to them, you see the trouble we are in. Jerusalem lies in ruins and its gates have been burned with fire. Come, let us rebuild the wall of Jerusalem and we will. ഒന്ന് കരമുയർത്തി വിളിച്ചു പറഞ്ഞ്, യെരൂശലേമിന് ചുറ്റും നെഹമ്യാവ് പണിഞ്ഞ മതില്. Let us all lift up our hands, say, around the city of Jerusalem, the Nehemiah built the wall. നിങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെ ആരാധനയോടെ ആയിരിക്കണേ, സ്തോത്രത്തോടെ തന്നെ ആയിരിക്കണേ, ശക്തമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണേ. Let us all be in praise and worship in the presence of God this morning. Amen. Hallelujah. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. Book of Nehemiah 6 verse 15, it says, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എലൂൽ മാസം 25-ാം തീയതി തീർത്തു. So the wall was completed on the 25th of Elul in the 52 days. വീണ്ടും കരമുയർത്തി പറ, 52 ദിവസം കൊണ്ട് നെഹമ്യാവ് യെരൂശലേമിന് ചുറ്റും പണിഞ്ഞു തീർത്ത മതിൽ. ഒന്ന് പറഞ്ഞു. Let us all lift up our hands and say, the wall which was built around Jerusalem in 52 days by Nehemiah. അപ്പൊ ഒരു മതിലിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആ മതിൽ യെരൂശലേമിന് ചുറ്റുമുള്ള മതിലാണ്. ആ മതിൽ നെഹമ്യാവ് പണിഞ്ഞ മതിലാണ്. We heard about the first wall, the wall surrounding Jerusalem, and this wall is built by Nehemiah. അടുത്ത ഒരു മതിലിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോകുകയാണ്. We will look into the second wall. സെഖരിയ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. Zechariah chapter 4 verse 5 and 6. Chapter 2 verse 4-5. Zechariah chapter 2 verse 4 and 5. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. 5-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വശത്ത് നെഹമ്യാവ് പണിഞ്ഞ മതില്. In one side you see the wall built by Nehemiah. ഒരു വശത്ത് സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെ മതിലായി നിൽക്കുന്നു. The other side, when you see God himself is the wall. Amen. ഓ ചേർന്ന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all lift up our voice and say hallelujah to the Lord. ഒരു വശത്ത് 52 ദിവസം കൊണ്ട് നെഹമ്യാവും ഗ്രൂപ്പും ചേർന്ന് പണിഞ്ഞ ഗ്യാരണ്ടി ഇല്ലാത്ത വാറണ്ടി ഇല്ലാത്ത മതിൽ. In one side, if you see, Nehemiah built the wall in 52 days, which did not have any warranty or guarantee. ഇന്ന് ആത്മമണ്ഡലത്തിൽ ഒത്തിരി ആളുകള് നെഹമ്യാവിന്റെ മതിലും ഈ 52 ദിവസത്തെ കണക്കും ഒക്കെ പറഞ്ഞ് ചിലർ 52 ദിവസം ഉപവാസ പ്രാർത്ഥന സബ്ജക്ട് നെഹമ്യാവിന്റെ മതില് 52 നാളുകൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. There are many traditions that we see across the people that 52 days that Nehemiah built the wall. So there are many traditions around this talk. നെഹമ്യാവിന്റെ മതിൽ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഇല്ലാത്ത മതിലാണ്. The wall of Nehemiah which was built does not have any warranty or guarantee to it.
കാരണം നെഹമ്യാവ് മതിൽ പണിഞ്ഞതിന് ശേഷം അത് പിന്നീട് പലതവണ BC 199, 168, BC 64, AD ഇങ്ങനെ ഒത്തിരി കാലഘട്ടങ്ങൾ പല ആൾക്കാര് അത് പൊളിക്കുന്നു, പണിയുന്നു, പൊളിക്കുന്നു, പണിയുന്നു. ആ മതില് ഒത്തിരി പ്രാവശ്യം പൊളിഞ്ഞിട്ടുണ്ട്. If you see the wall that Nehemiah built in 52 days was rebuilt across many years after that by many other people. എന്നാൽ ഇന്ന് പകൽ ദൈവജനം ദൈവസഭ കരമുയർത്തി വിളിച്ചു പറ, ആർക്കും പണിയാനോ ആർക്കും പൊളിക്കാനോ പറ്റാത്ത ഒരു മതിൽ എന്റെ ചുറ്റുമുണ്ട്. അതൊരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് പണിയാൻ പറ്റത്തില്ല. അത് ഈ ഉലകത്തിൽ ആർക്കും പൊളിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു മതിൽ എന്റെ ചുറ്റുമുണ്ട്. ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. Amen. So let us all lift up our hands today and say, there is a wall around me and no wall can be broken against that is built by the grace of God. There is a fire around me and nobody can destroy it. Nobody can stamp over it or break the wall. That is the wall given by the Jesus. Amen. മനുഷ്യനുണ്ടാക്കിയ മതിൽ മനുഷ്യനെ പൊളിച്ചു മാറ്റാൻ പറ്റും. The wall which is built by humans can be broken and fallen off many times. എന്നാൽ ഇന്ന് പകൽ ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി പറയണം, മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം തന്നെ ഇന്ന് പകൽ എനിക്ക് ചുറ്റും അഗ്നി മതിലായി, തീ മതിലായി നിൽക്കുകയാണ്. Amen. So let us all declare from our mouth and say, if man is created and it is fallen, but God who created the human beings only has created a wall around us, and that wall shall never fail. That wall shall never be fallen and broken. It is a wall of faith and wall of grace. Amen. കരമുയർത്തി വിളിച്ചു പറ, ഈ മതിലിനകത്താ ഇന്ന് പകൽ ഞാൻ ആക്കപ്പെട്ടിരിക്കുന്നത്. Let us all lift up a voice and say, we are covered in this wall. We are covered under this wall of grace. നെഹമ്യാവ് പണിഞ്ഞ മതിലിന് ഒരു അളവുണ്ട്. അളവ്. There is a measurement for the wall that Nehemiah has built. 4 കിലോമീറ്ററും 180 മീറ്ററും ആമേൻ ദൈർഘ്യമുണ്ട്, നീളമുണ്ട്, 12 മീറ്റർ ഉയരമുണ്ട്, 2.5 അടി വീതിയുണ്ട്. അത് ഏകദേശം ചരിത്രം പറയുമ്പോ കണക്കാകട്ടോ. നെഹമ്യാവ് പണിഞ്ഞ മതിലിന് ഇങ്ങനത്തെ അളവുണ്ട്. If you see in the book of Nehemiah, the wall which Nehemiah built, it has certain measurements and certain limitations which is built in it. Amen. ഹല്ലേലൂയ. ശക്തിയോടെ കരമുയർത്തി പറഞ്ഞ്, നെഹമ്യാവിന്റെ മതിലും പറഞ്ഞുകൊണ്ടിരിക്കരുത്, അത് അളവുള്ള മതില, മനുഷ്യൻ അളക്കാൻ പറ്റുന്ന മതിലാണെന്ന് പറ. Let us all lift up our voice and say that let us not trust in the wall of Nehemiah that has limitations, that has measurements to it. Let us not have trust in Nehemiah's wall today. Amen. എനിക്ക് ചുറ്റും ഒരു മതിലുണ്ട്. അത് ഈ ഭൂമിയിലെ ഒരു മെഷർമെന്റ് കൊണ്ട് പോലും അളക്കാൻ പറ്റുന്ന ഒരു മതിൽ അല്ലാതെ. ഹല്ലേലൂയ. Amen. Hallelujah. Let us all say that we have a faith, we have a wall that is surrounding us, that no man, no human can break over it. We have that wall which is surrounding us, which we are safe in it. അത് ഭൂമിയിലെ ഒരു മെഷർമെന്റ് കൊണ്ട് അളക്കാൻ പറ്റില്ല. കാരണം ഇത് ഭൂമിയെ ഉണ്ടാക്കിയവനായി മതില്. ഹല്ലേലൂയ. Yes, amen. Hallelujah. We cannot have a measurement to the wall that is surrounding us, because this wall that is surrounding us is built by the God who created the world for us. Amen. Hallelujah. ഇത് സ്വർഗത്തിലെയോ ഇത് പാതാളത്തിലെയോ ഒരു മെഷർമെന്റ് കൊണ്ട് പോലും ഒരു ദൂതന്മാർക്ക് പോലും അളക്കാൻ പറ്റാത്ത ഒരു മതിലായത് ഇത് ഭൂമിയെ ഉണ്ടാക്കിയ, സ്വർഗത്തെ ഉണ്ടാക്കിയ, പാതാളത്തെ ഉണ്ടാക്കിയ, സകല പ്രപഞ്ചത്തെ നിർമ്മിച്ച സാക്ഷാൽ മഹാ ദൈവം തന്നെയായി മതിൽ. ഹല്ലേലൂയ. Amen. Hallelujah. We cannot see that this wall of faith with this wall of what God has created cannot be broken by anything that is around us in this world, because this wall of God is created by God who has created this eternity, who has created this world for us. So we believe in the world which God has created around us. ഹല്ലേലൂയ. നെഹമ്യാവ് പണിഞ്ഞ മതിലിന്
ദൂരമുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. There is so much of distance around the Nehemiah's wall. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം ആമേൻ 1-ാമത്തെ വാക്യം മുതൽ അവൻ ആദ്യം ആട്ടുവാതിൽ പണിതു. അതിന്റെ 3:32 വന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, വീണ്ടും ആട്ടുവാതിലിന് മധ്യേ ആമേൻ വീണ്ടും അതിന്റെ പണി വന്ന് ഉണ്ടാകുകയാ. ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലം വരെ കണക്കുള്ള അളവുള്ള പണിയാണ് നെഹമ്യാവിന്റെ പണി. If you see in Nehemiah chapter 3 verse 1, it says the first gate that was created in the wall was a sheep gate. And if you come to verse 32, the sheep gates were repaired and made by the goldsmiths and the merchants. കരമുയർത്തി വിളിച്ചു പറ, എന്നാൽ 4 കിലോമീറ്ററും 180 മീറ്ററും നീളത്തിൽ ഒതുങ്ങുന്ന ഒരു മതിലല്ല എന്റെ ചുറ്റുമുള്ളത്. ഹല്ലേലൂയ. Let us all lift up our hands and say, it is not a wall that is just 4 kilometers or 150 meters length, but it is a wall of God that is built within us. ഈ മതിലിന് അനവധി പേരുകളുണ്ട്. We have different names for this wall. അതിൽ ഒരു പേരാണ് ആൽഫ, മറ്റൊരു പേരാണ് ഒമേഗ. The first name of this wall is all Alpha, Omega and Alpha. തുടക്കവും ഒടുക്കവുമാണ്. It is the beginning and the end, the Alpha and the Omega. ചേർന്ന് കരമരത്ത് വിളിച്ചു പറ, ലോങ് ലൈഫ് എന്റെ ചുറ്റും ഗ്യാരണ്ടിയായി നിൽക്കുന്ന, ആർക്കും വഹിക്കാൻ പറ്റാത്ത ഒരു മതിലിനകത്ത് സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. Let us all lift up a voice and say to the Lord, God has given us a wall of long life that no man can destroy, and we are going to live a long life in the wall of God. ഒരു വശത്ത് നെഹമ്യാവ് പറയുകയാണ്, 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുകയാണ്, വരുവിൻ നാം മതിൽ പണിയാൻ പോകുകയാണ്. എന്നാൽ മറുവശത്ത് സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാ, നാം മതിൽ പണിയുന്നതല്ല, ഞാൻ മതിലായിട്ട് നിൽക്കുകയാ. If you see in Nehemiah, it says, come, we will all build a wall. Nehemiah says that, but when you come to Zechariah, it says, God himself says, I am going to build a wall around you. Amen. കരമുയർത്തി വിളിച്ചു പറ, ഇത് നാം കെട്ടുന്ന പരിപാടിയല്ല, ഇത് അവൻ മതിലായി നിൽക്കുന്ന പരിപാടിയാ. Let us all lift up our hands and say, it is not the work of us, it is not the wall that we are going to build, but it is through him, the God of heaven. ഒത്തിരി പേര് ഇന്നും അത് പിന്തുടർന്ന് 52 ദിവസം സഭയുടെ മതിൽ കെട്ടാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഓടി നടക്കുകയാ. 21 ദിവസം സഭയുടെ മതിൽ കെട്ടാൻ, 41 ദിവസം സഭയുടെ മതിൽ കെട്ടാൻ, 52 ദിവസം സഭയുടെ മതിൽ കെട്ടാൻ പറയുന്നത് നെഹമ്യാവ് മതിൽ പണിഞ്ഞതുപോലെ. അയ്യോ, അപ്പോസ്തലന്മാരെ, പാസ്റ്റർമാരെയും സുവിശേഷകന്മാരെ, പ്രവാചകന്മാരെ, ഇത് 21, 51, 52 എടുത്ത് മതിൽ കെട്ടുന്ന പരിപാടിയല്ല. ഇതൊരു മതിലുണ്ടെന്ന് ആർക്കും കെട്ടാൻ പറ്റാത്ത ഒരു മതിൽ എനിക്ക് ചുറ്റും സഭയ്ക്ക് ചുറ്റും ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന പരിപാടിയായത്. ഹല്ലേലൂയ. Amen. Hallelujah. If you look into this world, there are many traditions, many people around saying, let us build the walls around the church in 21 days, in 52 days, and people around fast for it and gather people and pray for building the wall around. But let us all have faith in the Lord and say, there is already a wall that is created around us, a wall of faith which God himself is built it around us for the victory. Amen. Jesus. കരമുയർത്തി വിളിച്ചു പറ, ഇനി കെട്ടാൻ ഒരു മതിലുമില്ല, ഇനി പണിയാൻ ഒരു മതിലുമില്ല. അവൻ മഹാദൈവം, സർവശക്തനായ ദൈവം നമുക്ക് ചുറ്റും തീമതിലായി നിൽക്കുകയാണ്. Amen. Let us all lift up our voice and say, there is no more walls to be built. The walls are already created and built by our Savior God. With the fire of anointing, God has protected us inside the wall already. ഹല്ലേലൂയ. ചേർന്ന് വിളിച്ചു പറ, ഈ മതിലിനകത്ത് 24 മണിക്കൂറും നൃത്തം ചെയ്യാനാ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. God has created us inside this wall to stand and testify and glorify the Lord and have joy and peace in the presence of God inside this wall. കൂടെ ആരെങ്കിലും ഉണ്ട്? കൈ കൊടുത്തു പറ, ഈ മതിലിനകത്ത് ഞാൻ ചുമ്മാ ചിരിച്ചോണ്ട് നൃത്തം ചെയ്യാൻ പോകും.
ഈ മതിലകത്ത് If എൻജോയ് you- ചെയ്യാം. If you have somebody around you, connect with them and say, we are inside this wall to have the happiness, to have joy in our life. ഒന്ന് നോക്കണേ, ഒരു വശത്തെ ദൈവാലയത്തെ സൂക്ഷിക്കാൻ, യെരൂശലേം പട്ടണത്തെ സൂക്ഷിക്കാൻ ഒരു വശത്ത് മനുഷ്യൻ മതില് കെട്ടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അതേ മനുഷ്യനെ ആലയമാക്കിയിട്ട്, അതേ മനുഷ്യനെ ദൈവാലയമാക്കിയിട്ട്, അതേ മനുഷ്യന് ചുറ്റും ദൈവം തീമതിലായി നിൽക്കുന്നു. Amen. So if you look into the book of Nehemiah, to protect the city of Jerusalem, Nehemiah and humans have created a wall around the city. But if you come to the New Testament, God is comparing us to the temple of God, and there is a wall of God which is surrounding the temple of God, and we are protected by the wall that is created by God himself. കരമുയർത്തി വിളിച്ചു പറ, ദൈവാലയത്തിന് ചുറ്റും, ആമേൻ, ദൈവാലയത്തിന് ചുറ്റും, ദൈവാലയത്തിന് ചുറ്റും മതിൽ കെട്ടുന്ന നെഹമ്യാവിന്റെ കാലമല്ലിത്. അതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് പുതിയ നിയമമാ. ഇത് നിന്നെ ആലയമാക്കിയിട്ട്, ഇത് നിന്നെ ടെമ്പിളാക്കിയിട്ട്, നിനക്ക് ചുറ്റും സ്വർഗത്തിലെ ദൈവം തീമതിലായി ഇറങ്ങി നിൽക്കുന്ന ഒരു ചരിത്രമായത്. ഹല്ലേലൂയ. Amen. Hallelujah. Let us all lift up our voice and say, we are not here to be protected by the wall which the Nehemiah was created, but we are a temple of God, and this temple of God is protected by the God, and this temple is protected by the power of the Holy Spirit. The fire of the walls has been covered by God's fire, and we are protected in it. കരമുയർത്തി വിളിച്ചു പറ, ദൈവാലയത്തിന് ചുറ്റും വിയർപ്പൊഴുക്കി ഉറക്കം നിന്ന് കഷ്ടം സഹിച്ച് മതിൽ പണിയുന്ന മതിൽ പണിക്കാരല്ല നമ്മള്. നമ്മുടെ ചുറ്റും അവൻ മതിലായി നിന്നിട്ട് നമ്മളെ ദൈവത്തിന്റെ ആലയമാക്കിയിട്ട് ഇതിനകത്ത് താമസിച്ച് റെസ്റ്റ് ചെയ്യാൻ, ചിരിക്കാൻ, സന്തോഷിക്കാൻ, നൃത്തം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. Amen. Jesus, let us all say to ourselves that we are not builders of the wall. We are not here to build a wall around the temple of God, but we are the temple of God, and we are here to glorify the God inside the wall, and we are here to magnify the presence of God in joy and happiness. ചില ആൾക്കാരൊക്കെ ഈ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ, ഫാസ്റ്റിംഗ് പ്രയറൊക്കെ നടത്തുമ്പോൾ, മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡിങ് ഞാൻ കാണാം, 52 ദിവസം 52 days മതിൽ പണിയെന്നും. ഞാൻ ചോദിച്ചു, എന്താ അതിന്റെ കാര്യം? ഏത് വെളിപ്പാടില്ല നിങ്ങളത് പറയുന്നത്? അത് 52 ദിവസം നെഹമ്യാവ് മതിൽ പണിയതുപോലെ 52 ദിവസം ഞങ്ങൾ സഭയെ പണിയാൻ പോകുകയാ. അങ്ങനെ ചില വെളിപ്പാടുകൾ പറയുന്നവരെ ഞാൻ കാണുന്നുണ്ട്. We have seen many at times there are many pamphlets created for meeting with a header saying 52 days, and this 52 days is tagline. And when pastor inquired why is this created as 52 days, they are comparing this 52 days of Nehemiah's building the temple walls around the city of Jerusalem. കരമുയർത്തി വിളിച്ചു പറ, നെഹമ്യാവിന്റെ പണിയെല്ലാം ഗ്യാരണ്ടി ഇല്ലാത്ത പണിയാണെന്ന് പറ. Let us all lift up our hands and say, all the works, all their human works that is done by Nehemiah, the wall built by Nehemiah it's without any guarantee. 21 ദിവസം എടുത്ത് മതിൽ പണിഞ്ഞ് കഴിഞ്ഞിട്ട് നീയാ പണിയുന്നതെങ്കിൽ 21 ദിവസം എടുത്ത് മതിൽ പണിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത 21 മണിക്കൂറിനകത്ത് ആ മതിൽ വീണ്ടും പൊളിയാൻ സാധ്യതയുണ്ട്. If you have decided to build a wall along around the temple of God within 21 days, imagine the wall built by you will break down in next 21 hours. ചിലര് ഇരിക്കുമ്പോ 21-52 ഒക്കെ ഇരിക്കുമ്പോ വലിയ ദൈവശക്തിയാ, വലിയ പവറാ. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോ വീണ്ടും പഴയതുപോലെ വീണ്ടും പവറില്ല, ശക്തിയില്ല, മരുഭൂമിയാ, ഉണങ്ങിയ നിലമെന്ന് പറയും ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. If you look into the world, we can see many people fasting and praying for 51 days, 22 days, 21 days, and 52 days. There are many. When you sit in the presence of God, there is all power and happiness. But when the fasting prayer is over, when the number of days is over, when any trials and temptation comes to you, you might tend to fall down. അതിന്റെ കാരണം അവര് മതിൽ പണിഞ്ഞോണ്ടിരിക്കുക, അവര് മതിൽ പണിയുന്നതാ പ്രശ്നം. That is because we or they have been building the wall themselves. കരമുയർത്തി വിളിച്ചു പറ, എനിക്ക് പണിയാൻ മതിലിൽ ഇനി ഒരു പണി പോലും സ്വർഗത്തിലെ ദൈവം ശേഷിപ്പിച്ചിട്ടില്ലെന്ന് പറ.
Let us all lift up our hands, say, there is no more wall that I am going to build. God has built a wall around me and there is nothing that I have to do. ഓ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Amen. Jesus, hallelujah, hallelujah, hallelujah. നെഹമ്യാവ് യെരൂശലേം യെരൂശലേമിന്റെ പുറത്ത് കിടന്നുകൊണ്ട് മതിൽ പണിഞ്ഞു. If you see, Nehemiah was around the city of Jerusalem and he was building walls around the city, outside the city of Jerusalem. എന്നാൽ എന്നെ ദൈവാലയത്തിനകത്താക്കിയിട്ട് ദൈവത്തിന്റെ ആലയമാക്കി വെച്ചിട്ട് പുറത്ത് ദൈവം മതിലായി. ഈ വ്യത്യാസം ഓർക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. Amen. Hallelujah. But if you look into the New Testament, God has created us as the temple of God and kept us in the middle of the wall, and he is surrounded, and God himself is built a wall around the temple of God. And thank Jesus for doing such a great thing. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. Book of Hebrews chapter 3 verse 3. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെയും യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്നിരിക്കുന്നു. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടത്രേ. അടുത്ത വാക്യം, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. Amen. Hallelujah. I also would like to read the verse, Hebrews chapter 3 verse 3 onwards. It says, Jesus has been found worthy of greater honor than Moses. Jesus, as the builder of a house, has greater honor than the house itself. For every house is built by someone, but God is the builder of everything. Moses was faithful as a servant in all God's house, testifying to what God would be said to in the future. But Christ is faithful as a son over God's house, and we are his house, if we hold on to our courage and other hope of which we boast. Amen. കരമുയർത്തി വിളിച്ചു പറ, നാം തന്നെ ദൈവത്തിന്റെ ഭവനമായിരിക്കുന്നു. Let us all lift up our hands and say, we are the house of the Lord. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 1 Corinthians 3 verse 16 and 17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? It says we are the temple of God, and if anyone destroys God's temple, God will destroy him. 17-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. It says, we are the temple of God and the God's spirit lives in you. If anyone destroys God's temple, God will destroy him. And for God is a temple which is sacred. പഴയ നിയമത്തിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആലയത്തിന് ചുറ്റും നെഹമ്യാവ് മതിൽ പണിഞ്ഞിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കുന്തവും വാളുമായി ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. If you see in the book of Old Testament, in the book of Nehemiah, Nehemiah built the wall around Jerusalem, and he kept soldiers with fire and the horns to around the walls to protect the wall. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. If you read Nehemiah chapter 4 verse 21 onwards, you can get to know in detail. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ഞാനത് പറയാം. അങ്ങനെ അവർ പണി തുടങ്ങിയപ്പോൾ പകുതി പേര് നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ കുന്തം പിടിച്ചു നിന്നു. ഹല്ലേലൂയ. രാത്രിയിലും പകലിലും ഓരോരുത്തര് കാവല് നിൽക്കുകയാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. അവിടെ എഴുതിയിരിക്കുന്നത്, ആ കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം പിടിച്ചുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല,
സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആലയത്തിന് ചുറ്റും യെരൂശലേമിന് ചുറ്റും മതിൽ കെട്ടിയിട്ട് മനുഷ്യൻ മതിൽ കെട്ടുന്നു, മനുഷ്യൻ കാവൽ നിൽക്കുന്നു. അയ്യോ, നീ അതും പറഞ്ഞോണ്ടിരിക്കല്ലേ. ആ കാലം കഴിഞ്ഞെന്നേ, ആ കാലം കഴിഞ്ഞെന്നേ. ഇതും നിന്നെ ദൈവാലയമാക്കിയിട്ട് ദൈവം അതിന് ചുറ്റും തീമതിലായി നിന്നിട്ട് നിന്നെ അതിനകത്ത് സ്വസ്ഥതയോടെ വിശ്രമിപ്പിക്കുന്ന പരിപാടിയായത്. Amen. If you see in Nehemiah chapter 4 verse 21 onwards, we can see men holding their spears and standing from first light till the dawn, where stars would come out, and we can see even people there did not have time even to change their clothes, or even they were holding the weapons, even they took bath or anything that did. But if you look into the New Testament, God has kept us as a temple of God by the walls of God, which God is protecting us. We do not have to be a person protecting the wall. God himself is surrounding us and protecting us. So be thankful to God. നീ മതിൽ പണിഞ്ഞുകൊണ്ടിരുന്നാൽ, ആത്മമണ്ഡലത്തിൽ നീ മതിൽ പണിഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്ക് ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവമാണ് എനിക്ക് ചുറ്റും തീമതിലായി നിൽക്കുന്നത്. ദൈവം തന്റെ ആലയമാക്കി എന്നെ വെച്ചിരിക്കുകയാ എന്ന് പറയുന്ന പത്രോസേ, നിനക്ക് എത്ര വലിയ കാരാഗൃഹമാണെങ്കിലും അതിനകത്ത് കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്ന് ഇന്ന് പകൽ ഉറങ്ങാൻ പറ്റും. ഹല്ലേലൂയ. Amen. Jesus, thank you, Lord. If you look into the New Testament, we are the temple of God, and we have been kept inside the temple of God, and we can sleep even peacefully. Even if you are in the prison, God has allowed us to sleep peacefully because the power of the wall of God is protected, and we are safe inside as the living temple of God. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയത്. ഈ ആഴ്ചയിൽ നമ്മൾ ഈ ദിവസങ്ങൾ ഉപവസിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകമായ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, എന്തെങ്കിലും വിഷയങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയല്ല. ഒരു മതിലുണ്ട്, ഞാൻ അവന്റെ ആലയമാണ്, ഇതിനു ചുറ്റും സ്വർഗത്തിലെ ദൈവം തീമതില, ഇതിനകത്ത് നൃത്തം ചെയ്യുകയാ. ഇത് നൃത്തം ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയാ. Amen. So when we started this fasting prayer, I had reminded all of you that we are not here to sit and pray for our situations. We are not here to pray for our troubles or our problems, but we are staying inside the wall of grace. As the temple of God, we are going to rejoice, dance, and praise His for His mighty things inside the wall of God. കരമുയർത്തി വിളിച്ചു പറ, എനിക്കിനി ചെയ്തിരിക്കാൻ ഒരു പണിയും അവൻ ബാലൻസ് വെച്ചിട്ടില്ല. ക്രൂശിൽ എല്ലാം എന്റെ യേശു ചെയ്തു കഴിഞ്ഞു. കരമുയർത്തി വിളിച്ചു പറഞ്ഞാൽ let us all lift up our hands and say, we do not have to build any more walls. We do not have anything else to do. As the Jesus Christ has given us victory over the cross and given us the wall which is protecting us. എന്നാൽ എനിക്ക് ചെയ്യാൻ ഒന്നുണ്ട്. ഞാൻ അവന്റെ ടെമ്പിൾ ആണെന്ന് അറിഞ്ഞിട്ട്, ഇതിനു ചുറ്റും അവൻ തീമതിലാണെന്ന് അറിഞ്ഞിട്ട്, ഇതിനകത്ത് നിർഭയം വസിക്കണം, ഇതിനകത്ത് ഞാൻ ആനന്ദിക്കണം, ഇതിനകത്ത് ഞാൻ നൃത്തം ചെയ്യണം, ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. Amen, Jesus. Amen. As we all have one commitment towards God, thinking that we are the temple of God, we will have to be reminded of that there is a wall of fire which is surrounding us. So we will have to submit ourselves in the sight of God and praise and glorify and be thankful for all the blessings in His life. ഞാൻ സഭയോട് പറയുന്നു, ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട്, ഈ പണിയുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട്, നീ ചുമ്മാ നൃത്തം ചെയ്തേ, നീ ചുമ്മാ ചിരിച്ചേ, നീ ചുമ്മാ ആനന്ദിച്ചേ. ഇത് അത്ഭുതങ്ങളും വിടുതലുകളും നിന്റെ വീട്ടിനകത്ത്, ഓ ഹല്ലേലൂയ, നിന്റെ പുറകെ വരാൻ പോകുകയാ. നിനക്ക് വേണ്ടി നൃത്തം ചെയ്യുന്ന, ഭയം കൂടാതെ ചിരിക്കുന്ന, നൃത്തം ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടിയത് മുഴുവൻ നിന്റെ പുറകെ വരാൻ പോവാ. ഹല്ലേലൂയ. Amen. Thank you, Jesus. Let us all stop from what we are doing. Let us all focus on what God has kept for us. Let us stop from whatever we are trying to build ourselves. But God has given us victory on the cross, and He has kept us as a temple of God. So let us start having joy in His presence. And whatever we are doing, let us celebrate victory in our lives so that we find a happiness in His presence.
അയ്യോ, മതില് പണിയാൻ കല്ലും കട്ടയും മരവും അന്വേഷിച്ചു പോകുന്നത് നെഹമ്യാവിന്റെ പണിയാണ്. നീ വിടുതൽ അന്വേഷിച്ചു നടക്കേണ്ട ആളല്ല. ഒരു ബാധയ്ക്കും എന്റെ കൂടാരത്തിന് അടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ നീ എവിടെയാ ആക്കപ്പെട്ടിരിക്കുന്നത്? നിന്നെ എങ്ങനെയാ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്? ഏത് മതിലാ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇതറിഞ്ഞ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം, ഇതറിഞ്ഞ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം, ഒരു മതിൽ ഉണ്ടാക്കാൻ പോകുന്ന കൂട്ടമല്ല, ഒരു മതിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടം, അതിനകത്ത് നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. I command and pray that we are not going to carry bricks or other stuffs to build the walls like Nehemiah, but we are going to be inside as a temple of God and start to celebrate over the victory in our lives. Wherever you have troubles, wherever you have problems, wherever you think that you are fallen down, let us stand, raise up and rejoice in the presence of God. There will be victory. The victory is ours and God is given us the authority. Amen. കരമടിച്ച് എല്ലാവരും നന്നായി കരമടിച്ച് അന്ന് ആഘോഷമാക്കിയാട്ടെ. ഇതൊന്ന് ആഘോഷമാക്കിയാട്ടെ. നീയാണ് ദൈവത്തിന്റെ ടെമ്പിൾ. നിനക്ക് ചുറ്റും ദൈവം ഈ മതിലായി നിൽക്കുകയാ. ഒന്നിനെ നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒന്നിനെ നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ദൈവജനം ആഘോഷിക്കുക, ഇതിനകത്ത് നൃത്തം ചെയ്യും. കരമടിച്ച് ഹല്ലേലൂയ. Amen. Let us all give thanks to the Lord. Let us celebrate this day. Let us have victory right now. We need to celebrate in the presence of God. Amen. தேவாதி தேவன் தினந்தோறும் தங்கும் தேவாலயம் நாமே. தேவாதி தேவன் தினந்தோறும் தங்கும் தேவாலயம் நாமே. ஆவியான தேவன் அச்சாரமானால் அதிசயம் அதிசயமே. ஆவியான தேவன் அச்சாரமானால் அதிசயம் அதிசயமே. குதூகலம் கொண்டாட்டமே இயேசுவின் சன்னிதானத்தில். குதூகலம் கொண்டாட்டமே இயேசுவின் சன்னிதானத்தில். ஆனந்தம் ஆனந்தமே அன்பரின் திருப்பாதத்தில். ஆனந்தம் ஆனந்தமே அன்பரின் திருப்பாதத்தில். குதூகலம் கொண்டாட்டமே என் இயேசுவின் சன்னிதானத்தில். குதூகலம் கொண்டாட்டமே என் இயேசுவின் சன்னிதானத்தில். ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all say hallelujah. നെഹമ്യാവ് ആദ്യം പണിഞ്ഞ ഗേറ്റ്, നെഹമ്യാവ് ആദ്യം പണിഞ്ഞത് ആട്ടിൻ വാതിൽ. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുണ്ട്, ആട്ടിൻ വാതിൽ പണിതു. If you see the wall that Nehemiah built, the first wall that Nehemiah built is the gate of sheep gate. I'm sorry. ചേർന്ന് പറഞ്ഞേ ആട്ടുവാതിൽ, ഷീപ്പ് ഗേറ്റ്. ചേർന്ന് പറഞ്ഞേ ഷീപ്പ് ഗേറ്റ്. Let us all join together and say the first gate is sheep gate. ഈ ആട്ടുവാതിലാണ് നെഹമ്യാവ് ആദ്യം പണിഞ്ഞത്. ഇത് ദൈവാലയത്തിന് മുമ്പിൽ, തൊട്ടു മുമ്പിൽ, ദൈവാലയത്തിന് തൊട്ടു മുമ്പിൽ, കിഴക്ക് ഭാഗത്ത് ദൈവാലയത്തിന് തൊട്ടു മുമ്പിൽ കാണുന്ന മതിലാണ് ആട്ടുവാതിൽ. This is the first gate, or the gate is which is directly in front of the temple. This is called as the sheep gate. ഈ വാതിലൂടെയാണ് ആളുകളും ആടുകളും, പിന്നെയും പറയാം, ആളുകളും ആടുകളും. എന്തിനാ ആടുകള്? ദൈവാലയത്തിനകത്തോട്ട് യാഗം കഴിക്കാനുള്ള ആടുകളുമായി ആളുകൾ പോകുന്നത് ഈ ആട്ടുവാതിലിനകത്തു കൂടെയാണ്. So if you listen to this carefully, this sheep gate is a gate which the human beings entered and the sheep entered. If you see, the sheep are taken to get the sacrifice done. So this gate, the people and the sheep entered together, and this gate is called as sheep gate. ഇത് ഒന്ന് ചേർന്ന് കരമുയർത്തി പറഞ്ഞ, ഇത് ടെമ്പററി വാതില, ടെമ്പററി വാതില. Let's all together say, this is a temporary gate. ഇത് അടുത്ത ചില വർഷം കഴിയുമ്പോൾ നെഹമ്യാവിന് ശേഷം
അടുത്ത 100 വർഷത്തേക്കുള്ള ഹിസ്റ്ററി കിട്ടുന്നില്ല. എന്നാൽ അതിനുശേഷം അടുത്ത ഭരണാധികാരികളും അടുത്ത ആൾക്കാരൊക്കെ കയറി അത് പൊളിച്ചു കളഞ്ഞ മതിലാണ്, അത് നശിപ്പിച്ചതാണ്. ഒത്തിരി ചരിത്രം പഠിക്കുമ്പോൾ ഒത്തിരി ആളുകൾ, ഒത്തിരി സാമ്രാജ്യങ്ങൾ കയറി നശിപ്പിക്കുകയും പൊളിയുകയും പണിയുകയും ഒക്കെ ചെയ്ത ഏരിയ അത്. If you see, this gate did not last for too long. After few centuries, after few years, this gate has been rebuilt by many empires during their ruling period. ചേർന്ന് പറഞ്ഞു, ഇത് ടെമ്പററി വാതില, ടെമ്പററി മതില. Let's all together say, this is a temporary gate, this is a temporary door. കൂടെ ആരെങ്കിലും കൈ ഉണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് പറ, നെഹമ്യാവിന്റെ മതിലും പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ ഇരിക്കരുത്, അതെല്ലാം ടെമ്പററി പരിപാടിയാ, ടെമ്പററി മതിലാ അത്. Amen. If you have somebody close by you, talk to them and say, this wall of Nehemiah, this gate of Nehemiah is temporary. It will not last for too long. ഇതേ ആറ്റുവാതിലിനകത്തുകൂടെ യെരൂശലേം അകത്തോട്ട്, യെരൂശലേം ദേവാലയത്തിനകത്തോട്ട് ഇതാ സാക്ഷാത് കർത്താവായ യേശു ക്രിസ്തു കഴുതയുടെ പുറത്തു കയറി ഇതേ ആറ്റുവാതിലിനകത്തുകൂടെ യെരൂശലേമിനകത്തോട്ട് പ്രവേശിക്കുകയാ. If you see, this is the same gate where Jesus entered to the temple of Jerusalem on the donkey. ഒന്ന് കരമുയർത്തി വിളിച്ചു പറ, നെഹമ്യാവിന്റെ ടെമ്പററി ഡോറിലൂടെ ഇതാ പെർമനന്റ് വാതില്, പെർമനന്റ് മതില് കയറി പോവാം. Let us all lift up our hands and say, through this temporary wall or the gate which Nehemiah created, the permanent person, the God himself is entering, the permanent is entering through this temporary door. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Amen, Jesus. ഹല്ലേലൂയ. ഇത് ഇന്ന് ഒത്തിരി പേർക്ക് അസ്വസ്ഥതയുണ്ടെങ്കിലും, ഒത്തിരി പേർക്ക് ഒന്ന് സെറ്റാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ട്രാൻസ്ലേഷൻ കൂടെ വെച്ചത് ഇത് ഒത്തിരി സ്ഥലങ്ങളിലോട്ട് ഇത് പോകണം. ഈ മെസ്സേജ് ഇന്നും നെഹമ്യാവിന്റെ പണിയുമായി നിൽക്കുന്ന ഒത്തിരി ആളുകളിലോട്ട്, ഭാഷക്കാരുടെ ഇടയിലോട്ട് ഈ മെസ്സേജ് എത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചത്. അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവർ ഒന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ. അസ്വസ്ഥ കുടുംബം ചിരി കൂട്ടിക്കോ, സ്വത്രം കൂട്ടിക്കോ. ഹല്ലേലൂയ. We might think why there is so much of disturbance, why there is so much of delay in translations, but I believe that this message is reaching to the world. There are many people across the world listening to the word of God, listening to the wall of Nehemiah and getting deliverance from this. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ടെമ്പററി വാതിലൂടെ പെർമനന്റ് മതിൽ കയറിപ്പോ. Let us all together lift up our hands and say, through this temporary gate, a permanent gate is entering. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. In John chapter 10 verse 7, Jesus says, I will tell you a truth. I am the gate for the sheep. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കയറുന്നത്, നെഹമ്യാവേ, നീ കെട്ടിയ വാതിലൂടെ അകത്തോട്ട് കയറുന്നത് അതിനെ പൊളിക്കാൻ വേണ്ടി കയറുക. ഇന്നു മുതൽ നെഹമ്യാവിന്റെ മതിലല്ല, ഇന്നു മുതൽ ഈ ആടുകൾ കയറുക, ഈ ആളുകൾ കയറുന്ന വാതിൽ ഞാനാകാൻ പോകുകയാ. ഇത് ടെമ്പററി അല്ല, ഇത് പെർമനന്റ്. ഇത് ആൽഫയും ഒമേഗയുമാ. ഇത് എന്നേക്കും നിൽക്കുന്ന, ടെമ്പററി അല്ല, എന്നേക്കും നിൽക്കുന്ന പെർമനന്റ് ഗേറ്റായത്, പെർമനന്റ് മതിലായത്. Amen. Hallelujah. If you see this wall of Nehemiah might be temporary, but Jesus, the God, the permanent entry is been done for this wall to be staying stronger. As Jesus himself, the God himself says, I am the wall, I am going to lead the sheep. So anything that is entering this temporary is going to be fallen off, and you are entering a permanent gate, which is the God himself is built for us.
ഹല്ലേലൂയ. ഓ, കരമുയർത്തിയോ കരമടിച്ചോ കൂടെ ആരെങ്കിലും ഉണ്ട്, എഴുന്നേറ്റ് കൈ കൊടുത്തോ ഒക്കെ പറ. ടെമ്പററി പണി എല്ലാം പൊളിയ, ടെമ്പററി മതിലെല്ലാം പൊളിയട്ടെല്ലാം. എന്നാൽ പെർമനന്റ് ഒന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട് നിന്റെ മുമ്പിൽ. പെർമനന്റ് ഒന്നുണ്ട് നിന്റെ മുമ്പിൽ. നീ പണിയൊന്നും വേണ്ട, നിന്റെ പണിയൊന്നും ഇവിടെ വേണ്ട. ഇതിനകത്ത് കേറുക, ഇതിനകത്ത് നൃത്തം ചെയ്യുക, ഇതിനകത്ത് ആർപ്പിടുക, ഇതിനകത്ത് ജയത്തെ നീ ആഘോഷിക്കുക. Amen. As I say today, let us not go into building walls. Let us not get into the building walls around us, but let us rejoice in the presence of God, because God himself has created a permanent wall that is for us to have joy and victory in the presence of God. കരമുയർത്തി വിളിച്ചു പറ, ടെമ്പററി വാളും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇരിക്കത്തില്ല. ഒരു പെർമനന്റ് വാളുണ്ട്, അത് ഞാൻ പറയാൻ പോവാ. ഞാൻ അതിനകത്ത് സന്തോഷിക്കാൻ പോവാ. Let us all lift up our hands and say, I am no longer going to trust the temporary walls that is surrounding me, but I am going to trust the permanent wall that God has created for us. I am going to celebrate. I am going to have joy in the presence of God in this permanent wall. ഈ കാലഘട്ടത്തിലും നെഹമ്യാവിന്റെ മതിൽപ്പണി ഫോളോ ചെയ്യുന്ന ആത്മലോകമേ, നെഹമ്യാവിന്റെ മതിൽപ്പണി ഫോളോ ചെയ്യുന്ന ദൈവജനമേ, ഇന്ന് പകൽ അതിനെ വിട്ടുകളഞ്ഞിട്ട്, അതിനെ മറന്നു കളഞ്ഞിട്ട് നീ പറ, എനിക്ക് വേണ്ടി ശാശ്വതമായ ഒരു മതിലുണ്ട്. ഒരധികാരത്തിനോ ഒന്നിനും പൊളിക്കാൻ പറ്റാത്ത, ഓ ഹല്ലേലൂയ, നിലനിൽക്കുന്ന ഉറപ്പുള്ളൊരു മതില് എനിക്ക് ചുറ്റുമുണ്ട്. അത് സ്വർഗത്തിലെ ദൈവമാണ്. ആ അഗ്നിമതിലായി അവൻ എനിക്ക് ചുറ്റും നിൽക്കുകയാ. ഹല്ലേലൂയ. When the people surrounding follow many traditions of Nehemiah's wall and think of the permanent, thinking of the temporary walls around them, dear people of God, I would say that believe and trust in the permanent wall of God that God has created. No bondages, no power of evil can destroy the power of wall of God. And this day is going to be a victorious God as we are all covered inside the wall of God. നെഹമ്യാവിന്റെ മതിലിനെയും അതിന്റെ സിസ്റ്റത്തെയും യേശു പൊളിച്ചത് നീ അറിയുന്നില്ലേ? Don't you know that God himself has destroyed the walls of Nehemiah? യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ അതുകൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. If you read John chapter 2 verse 17, we are going to read this and we are going to pray. അത് ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ വായിക്കുക. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. John chapter 2 verse 13 onwards. യഹൂദന്മാരുടെ പെസഹ സമീപമാകുക കൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവേൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ, എന്റെ കൂടെ വായിക്കണേ. യേശു അവരോട്, ഈ മന്ദിരം പൊളിക്കുവേ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ചേർന്ന് ശബ്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all lift up a voice and say, glory, thank you, Jesus. If you look into the words from John chapter 2 verse 12 onwards, you can see how Jesus clears this temple which was turned into markets and people selling their goats and sheep outside the temple of God. Jesus himself walks into the temple of God and takes away
whipped them out from the father's house. And you can see Jesus answering to the disciples, to the priest over there, saying, if you destroy this temple, I will raise this temple again in next 3 days. Then the Jewish states that this temple has been built taking 46 years, but how are you going to raise this temple in just 3 days? In this, it says, Jesus also says, after he was raised from dead, his disciples also recalled and understood what Jesus said. And this is the chapter that we are reading through. കരമുയർത്തി വിളിച്ചു പറ, 46 സംവത്സരങ്ങൾ കൊണ്ടും 56 ദിവസം കൊണ്ടുമൊക്കെ മനുഷ്യന്റെ കൈകളാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട മതിലുകളും പണികളും ആമേൻ വെന്ത് കിടക്കുമ്പോൾ, തകർന്നു കിടക്കുമ്പോൾ, ഇതാ 3 days ഒന്ന് പറഞ്ഞ് 3 days, ആ 3 വിരലൊന്ന് കാണിച്ച് 3 days 3 ദിവസം കൊണ്ട് ഇതാ ഒരു മതിൽ, അവന്റെ ശരീരം പൊളിക്കപ്പെട്ടിട്ട് കല്ലറയ്ക്കകത്ത് പോയിട്ട് ഇതാ കല്ലറയ്ക്കകത്ത് നിന്നും ഒരു മതില് പൊങ്ങി വരികയാ. കല്ലറയ്ക്കകത്ത് നിന്നും ഒരു മതില് പൊങ്ങി വരികയാ. വാ തുറന്ന് വിളിച്ചു പറ, ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് അല്ല, ഇതിന്റെ സ്ട്രോങ്നെസ് അളക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അളക്കാൻ പറ്റത്തില്ല, ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ നീളവും ഇതിന്റെ വീതിയും ഇതിന്റെ ഉയരവും ആർക്കും അളക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മതില എനിക്ക് വേണ്ടി കല്ലറയിൽ നിന്നും ഇതാ പൊങ്ങി വരികയാ. ഹല്ലേലൂയ. Amen, Jesus. When we look into this chapter, we need to understand one thing, dear people of God. We should not trust in the walls that is taking 52 days or 4.5 years, or we should not trust in the temporary walls. But Jesus, risen from the cave, says that I will build my wall in 3 days. 3 days Jesus is going to build, which is a victorious wall in our life. This is going to bring us joy. We are going to celebrate in the presence of God in these 3 days, because Jesus himself has created a permanent wall surrounding us. കരമുയർത്തി വിളിച്ചു പറ, ദൈവം തന്നെ എനിക്ക് ചുറ്റും ഈ മതിലാണ്. Let us all lift up our hands and say, God himself is a wall of fire around us. നെഹമ്യാവ് മതിൽ കെട്ടാൽ രാജാവിനോട് അപേക്ഷിച്ചിട്ട് മരം വാങ്ങിയെങ്കിൽ, കല്ല് മേടിച്ചെങ്കിൽ, ഇന്ന് പകൽ എനിക്കും നിനക്കും ചുറ്റും ഉയർത്തുവാൻ സ്വർഗം ആമേൻ മതിൽ കെട്ടാൻ ഒരു വില കൊടുത്തു. ആ വില പുത്രന്റെ ചങ്കിലെ ചോരയാണ്. ആ വില യേശുക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട തിരുശരീരമാണ്. അത് ഈ ഉലകത്തിൽ ഒരു മനുഷ്യനും ഒരു നേതാവിനും വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം അമൂല്യമായത്, അത്രത്തോളം വിലയേറിയതൊന്നുകൊണ്ട് എനിക്കും നിനക്കും ചുറ്റും ഇതാ ഒരു മതിൽ ഉയർന്നു നിൽക്കുകയാ. ഹല്ലേലൂയ. If you look into the Nehemiah's wall, there were many bricks and other things. It is taken to build the wall, but Jesus, to build the wall, he has paid our price on the cross, shed his own blood and delivered us with countless blessing, and nothing can compare, nothing in this world can compare to the blood or the price paid for us in the cross. And that is the deliverance which God has given us. That is the wall that is surrounding us. The wall of fire is protecting us and guiding us, keeping us safe inside his presence, Lord. നെഹമ്യാവ് കെട്ടിയ മതിൽ വില കൊടുത്ത് മേടിച്ച സാധന സാമഗ്രികൾ കൊണ്ട്. എന്നാൽ എനിക്ക് ചുറ്റും ഉയർന്നു നിൽക്കുന്ന മതിൽ ആർക്കും വിലയിടാൻ പറ്റത്തില്ല, ആർക്കും വില കൊടുത്ത് മേടിക്കാനും പറ്റത്തില്ല. കരമെടുത്ത് വിളിച്ചു, ചങ്കിലെ ചോര കൊണ്ട് കെട്ടിയ മതിൽ, ക്രൂശിൽ അടർന്നു വീണ മാംസങ്ങൾ കൊണ്ട് കെട്ടിയ മതിൽ, സാക്ഷാൽ ദൈവം തന്നെ എനിക്ക് ചുറ്റും ഈ മതിലായി നിൽക്കുകയോ. Amen. Hallelujah. If you look into the Nehemiah's wall, there are many monetary things that has been used to build the wall. But if you look at the permanent wall that is surrounding us, dear people of God, it is the wall of God that he shed his own blood on the cross, and nothing can compare the price of this blood, and nothing can compare the price that God has given us. He has kept us abundantly under the cross, under the wall of fire.
ആത്മമണ്ഡലത്തിൽ നെഹമ്യാവിന്റെ പിന്തുടർച്ചക്കാരല്ല വേണ്ടത്. ഇയാളെ പഠിപ്പിക്കുന്നു, നെഹമ്യാവിന്റെ പിന്തുടർച്ചക്കാർ എഴുന്നേൽക്കട്ടെ ഭാരതത്തിലെന്ന്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ സഭയെ നോക്കി പറയുന്നു, നെഹമ്യാവിന്റെ പിന്തുടർച്ചക്കാരല്ല ആത്മമണ്ഡലത്തിൽ എഴുന്നേൽക്കേണ്ടത്. അവൻ തീമതിലായിരിക്കുന്ന, അവൻ ടെമ്പിളാക്കി വെച്ചിരിക്കുന്ന അറിവിനകത്ത് നൃത്തം ചെയ്യുന്ന, അതിനെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടം, ഒരു തലമുറ. ഞങ്ങൾക്ക് ഇനി ഒന്നും പണിയാനില്ല, ആർക്കും വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒരു മതിലുണ്ട്. ആ മതിലിനകത്ത് നീ സേഫ് ആണെന്ന് വിളിച്ചു പറയുന്ന, അതിനകത്ത് നൃത്തം ചെയ്യുന്ന ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. Jesus, hallelujah. If you look into this world, if you look into this generation, let us not go by the word of temporary walls around us. Let us not follow the temporary walls that Nehemiah built, but let us help us to identify ourselves and say that we are the followers of Jesus, who has created permanent walls within ourselves. We are here not to go and build anything, but we as the temple of God is going to stand midst of the world that God has created for us and going to testify. We are going to celebrate. We are the generations that we are going to testify God's power and glory among this nation. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ഉപവാസ പ്രാർത്ഥനയുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പുതിയതായി എന്തെങ്കിലും ഒരു പണി നടത്താനല്ല കേട്ടോ. ഇനി പുതിയതായി ഒരു പണിയും നടത്താനില്ല. ഒരു പണി നടന്നു കഴിഞ്ഞു. ആർക്കും വില കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു പണി നടന്നു കഴിഞ്ഞു. ആ മതിലിനകത്ത് നമ്മൾ സേഫാ. ഇതൊന്ന് ഓർത്ത് ഒന്ന് ധ്യാനിക്കാനാ, ഒന്ന് സന്തോഷിക്കാനാ, ഒന്ന് നൃത്തം ചെയ്യാനാ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ. Amen. Jesus, hallelujah. In these days of fasting and prayer, dear people of God, let me remind you that we are here not to build anything. We are not going to build anything or plan for building anything in future, but we are here to stand and testify what Lord has done, what God Jesus Christ has paid us for the cross. Amen. What Jesus has done for us. We're going to stand and testify and celebrate the victory these days. അരമുയരത്തെ വിളിച്ചു പറ, ഈ മതിലിനകത്ത് ഞാൻ സന്തോഷിക്കാൻ പോകുകയാണ്. Let us all lift up our hands and say, we are going to celebrate in this wall. ഈ മതിലിനകത്ത് ഞാൻ നൃത്തം ചെയ്യാൻ പോകുകയാണ്. I am going to celebrate and dance over this wall. ഇത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. I am going to celebrate this. Amen. ഒന്ന് പറഞ്ഞ് ഇത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാ. Let us all lift up our voice and say, I am going to celebrate this day. I am going to celebrate this victory. Amen. കരം അടിച്ചു തുടങ്ങിക്കോ, നൃത്തം ചെയ്തു തുടങ്ങിക്കോ. നിന്റെ മുമ്പിൽ നിൽക്കുകയാ, വിടുതൽ നിന്റെ മുമ്പിൽ നിൽക്കുകയാ, അത്ഭുതം നിന്റെ മുമ്പിൽ നിൽക്കുക. നീ അതിനെ തേടി എങ്ങും പോകണ്ട, അതിന്റെ പുറകെ നീ ഉപവസിക്കണ്ട. നിന്റെ മുമ്പിൽ നിൽക്കുകയാ, കരമടിച്ച് നൃത്തം ചെയ്താട്ടെ. ഹല്ലേലൂയ. Oh Lord Jesus, let us sit in the presence of God, celebrate and receive the blessings that God has given us. ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. നൃത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്താട്ടെ. ഇത്രയും പറഞ്ഞിട്ട് If you are able to, yes, if you are able to rise up and stand and glorify if you God, can yes. sit, no, it is not good. Hallelujah. Amen. ഒത്തിരി ആൾക്കാർ എഴുന്നേറ്റു, ചിലർ എഴുന്നേക്കാൻ മടിയാണ്. Hey, come on, I want you to stand up, move a little, clap and praise God. Hallelujah. നെഹമ്യാവിന്റെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ Yes, the people who trust in Nehemiah's wall will break down, but God is going to lead us. He is going to celebrate. Let us all celebrate. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ കുറച്ചൊക്കെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവ
ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. കമാൻ കൈ ചേർത്ത് തട്ടി താല മേളത്തോടെ വാദ്യ ഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താല മേളത്തോടെ വാദ്യ ഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തിയെന്നേ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ കൈ ചേർത്ത് തട്ടി താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളത്തോടെ താളമേളത്തോടെ ആദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ താളമേളത്തോടെ ആദ്യാഘോഷത്തോടെ ആടി പാടി കുറച്ച് അനങ്ങി ഡാൻസ് ഒക്കെ ചെയ്ത് ഹല്ലേലൂയ. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ആഘോഷമായി തീരട്ടെ, സെലിബ്രേഷൻ ആകട്ടെ. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ കുറച്ച് മൂവ് ചെയ്ത് ഡാൻസ് ചെയ്ത് ഹല്ലേലൂയ. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ Come on. Last three times. കയ്യൊക്കെ ചേർന്ന് താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ അടി പാടി നമ്മൾ ദൈവത്തെ For the last two times, come on. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി For the last time, ശബ്ദമൊക്കെ ഉച്ചത്തിൽ കയ്യൊക്കെ ചേർത്ത് തട്ടി ഹല്ലേലൂയ. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കൈ ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം. റബബബബശ്യന്തേ റദനരിയന്തേ ഹല്ലേലൂയ. Hallelujah. ഒന്ന് കരമുയർത്തി പ്രഖ്യാപിച്ച ഇത് പരാജയത്തിന്റെ പകലല്ലല്ലോ, ഇത് തകർച്ചയുടെ പകലല്ലല്ലോ. എന്റെ വീടിനകത്ത് ജയത്തിന്റെ ആഘോഷത്തെ ദൈവാത്മാവ് ഉയർത്തിയല്ലോ. Amen. Let us all lift up our hands and declare that this is the day, that it is not the day of defeat or problems, but it is the day of victory. It is the day of joy and celebration. 70 72 സ്ഥലങ്ങളിൽ ഇത് കാണുന്ന ഈ മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുന്ന നിങ്ങളുടെ മേലും അല്ല, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ മാത്രമല്ല, ഇതിതാ പ്രമാണമായി ഭാരതം മുഴുവൻ, ദേശങ്ങൾ മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ ജയത്തിന്റെ ആഘോഷം പകർച്ചപ്പനി പോലെ സ്പ്രെഡാകാൻ പോകുകയാണ്. ഞാൻ കാണുന്നു ഭാരതം മുഴുവൻ ക്രൂശിലെ ജയത്തെ ആഘോഷമാക്കുന്നു. വലിയ നൃത്തങ്ങൾ ഉയരുന്നത് ഞാൻ കാണുകയാണ്. അതിനുവേണ്ടി ഒരു കൂട്ടത്തെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. In Jesus, I pray that today it is not only for the people, 68 to 70 people that is in the Zoom meeting. It is not a blessing only to their families, but I see in my spirit that this blessing, this joy and the joy of celebration is across the nation. The nation is going to rejoice over certain things in the coming days. Amen.
ഈ ആത്മീയ സന്തോഷം അങ്ങോട്ട് കത്തുമ്പോ, ക്രൂശിലെ നൃത്തം നിന്റെ വീട്ടിൽ അങ്ങോട്ട് ഉയരുമ്പോ, നീ അറിയണേ, പാമ്പുകൾക്ക് തേളുകൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുകയാ, പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലര് നിൽക്കാൻ പറ്റാതെ ഇളകി താഴെ വീഴുന്ന ഞാൻ കാണുന്നു. BP താഴെ പോകുന്നു. ഓ, ബ്ലഡ് ഷുഗർ വിട്ടുമാറുന്നു. BP, ബ്ലഡ് ഷുഗർ, ഹല്ലേലൂയ, ഹാർട്ട് അറ്റാക്ക്, സകല രോഗങ്ങള് നിന്റെ ശരീരത്തിൽ നിൽക്കാൻ പറ്റാതെ ഇളകി നിലത്ത് വീഴുന്ന ഞാൻ കാണുന്നു. Amen. Amen. We receive it, Lord Jesus. I see that as Pastor is praying today, as the joy and the celebration is entering your house tonight, today we see all the BP, all the problems that is surrounding you, all the troubles all the serpent or the devil's power that is attached in your home is right away healing out and getting out in the name of Jesus. When the power and the celebration is entering, there are many miraculous things happening in your life today. ഇന്നത്തെ ഈ ആരാധനയിൽ അത്ഭുത സൗഖ്യങ്ങളും അത്ഭുത വിടുതലുകളും ഇന്ന് പകൽ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. I pray that today in this meeting there are many deliverances, there are many miraculous things that has happened in today's service this morning. ഈ നൃത്തം ഇവിടെ കൊണ്ട് തീരരുതേ, ഈ ആഘോഷം ഇവിടെ കൊണ്ട് തീരരുതേ. ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞതിന് ശേഷവും നിങ്ങളുടെ വീടുകൾക്കകത്ത് ഈ തുടർമാനമായ നൃത്തം ഉയരട്ടെ, ആഘോഷം ഉയരട്ടെ. I say to all of you, let this happiness, let this joy, let this celebration just not get over with this meeting, but let this continue even after the benediction in your lives, in your day by day lives. Amen. എനിക്കറിയ സമയം ഒരുപാട് മുമ്പോട്ട് പോയി, പലരുടെയും ഫോണിൽ ചാർജ് തീർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. എന്റെ മെസ്സേജ് ഇവിടെ തീർന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ തൽക്കാലം ആശീർവാദം പറയുകയാ, നിങ്ങളുടെ വീടുകൾക്കകത്ത് വീണ്ടും സന്തോഷം ഉയരട്ടെ. Amen. I know that the time has run long. There are many people running out of the batteries in their phones or running out of data in their phones, but God is not allowing me to end. But then I'm going to close with a small benediction. But let this joy, let the celebration do continue in your family, in your lives today. നമ്മൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുകയാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. We are all going to together pray. Let's all close our eyes in the power. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഡാഡി, we thank you, Lord Jesus, for this beautiful day. നെഹമ്യാവ് പണിഞ്ഞ അടുത്തൊരു സാമ്രാജ്യത്തിന് പൊളിക്കാൻ കഴിയുന്ന ഒരു മതിലല്ല, മനുഷ്യന് കെട്ടാൻ പറ്റാത്ത, വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത, ഹല്ലേലൂയ, സാക്ഷാത് ദൈവം തന്നെ മതിലായി നിൽക്കുന്ന അങ്ങനത്തെ ഒരു മഹത്വത്തിനകത്ത് ഞങ്ങളെ ടെമ്പിളാക്കി അവിടെ ഞങ്ങളെ മാറ്റിയ ദൈവകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. We thank you, Lord Jesus, for this beautiful day. We are not going to be a temple or a wall that Nehemiah built, which can be rebuilt by many others in the coming years. But we, as a temple of God, we are going to trust on the permanent wall that God Himself has created for us. We are going to trust, and we thank you, Lord Jesus, for protecting us as a temple of God under the wall of fire. Temporary madil polinyo, permanent മതിൽ ഉയർത്തിയതിനായി സ്തോത്രം ചെയ്യും. We thank you, Lord Jesus, for breaking the temporary walls around us and building a permanent wall around us. നിന്റെ ജനത്തെ സൗഖ്യമാക്കിയതിനായി, അത്ഭുത വിടുതലുകൾ അയച്ചതിനായി, തകർന്ന സാഹചര്യങ്ങൾക്കകത്ത് വീടുകൾക്കകത്ത് ജയത്തിന്റെ നൃത്തത്തെ ഉയർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. We thank you, Lord Jesus, for giving us the victory, the celebration. We thank you, Jesus, for building us all us from wherever we have fallen in this day. എല്ലാ മഹത്വം യേശുവേ അങ്ങേക്ക് മാത്രം തരുന്നു.